ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ ജൂൺ 1 നമ്മുടെ സ്കൂൾ റീ ഓപ്പണിംഗ് ഡേ ആണ് ഗൈസ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് ഗൈസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സമയം 7:30 മണിയാവാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. 8:30 മണിക്ക് അവളുടെ സ്കൂളിൽ നിൽക്കണം. കാരണം നമുക്ക് SPC ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 8:30 സ്കൂളിലെത്താൻ സാറ് പറഞ്ഞു. അപ്പോൾ രാവിലത്തെ ഫുഡ് ദോശയും ചിക്കൻ കറിയാണ് ഗൈസ്. അങ്ങനെ നമ്മളതെല്ലാം കഴിച്ചതിന് ശേഷം റെഡിയായി സ്കൂളിൽ വന്നിട്ടുണ്ട്. സ്കൂളിൽ വന്നപ്പോൾ സാറുമാരും പിന്നെ നമ്മുടെ SPC കുട്ടികളും NCC കുട്ടികളും മാത്രമേ ഉള്ളൂ. ടീച്ചേഴ്സ്മാരൊന്നും വന്നിട്ടില്ല. അപ്പോൾ സാറ് പറഞ്ഞു ക്ലാസ്സൊക്കെ ഒന്ന് അന്വേഷിച്ചോളാൻ പറഞ്ഞു. കാരണം ബാഗ് അങ്ങ് കൊണ്ടുവയ്ക്കണമല്ലോ. അതുകൊണ്ട് ക്ലാസ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് നമ്മൾ. അപ്പോൾ ഞാനും അച്ചുകുട്ടിയും കൂടിയാണ് ക്ലാസ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. 3ാമത്തെ നിലയിലാണ് ഗൈസ് അവളുടെ ക്ലാസ് ഉള്ളത്. 9C ഇനി അവൾ. നേരത്തെ 8C ആയിരുന്നു, അപ്പോൾ 9C മാറ്റി. അപ്പോൾ ഇതാണ് അവളുടെ ക്ലാസ്. അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്തെ ക്ലാസ്സിലാണ് അവൾ നേരത്തെ പഠിച്ചത്, 8C. ഈ ക്ലാസ്സാണ് ഗൈസ്. ഇതിൻ്റെയും തൊട്ടപ്പുറത്താണ് ഞാൻ പഠിച്ച ക്ലാസ് ഗൈസ്. 10ാം ക്ലാസ്സിൽ 10D ആയിരുന്നു എൻ്റെ ഡിവിഷൻ. അപ്പോൾ ഈ ക്ലാസ്സായിരുന്നു ഞാൻ പഠിച്ചത്. ഞാൻ മിസ് ചെയ്യുന്നു ഗൈസ് ഈ ക്ലാസ്സൊക്കെ. അങ്ങനെ ക്ലാസ്സൊക്കെ കണ്ടതിന് ശേഷം നിന്നൊരു കുറച്ച് വീഡിയോസ് എടുത്തു. ഇവിടെ താഴെ നമുക്ക് എന്തോ ഒരു പരിപാടിയുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഇവിടെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ SPC കുട്ടികളെയും NCC കുട്ടികളെയും കൂടി വരിയായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാനും അമ്മയും കുറച്ച് നേരം ബോറടിച്ചിരുന്നപ്പോൾ നമ്മളെ ബാക്ക് ടു സ്കൂൾ അപ്ലോഡ് ചെയ്തിരുന്ന ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു. പിന്നെ നമ്മൾ നേരെ ഒന്ന് അക്ഷയ സെൻറ്റർ വരെ പോയി. തൊട്ടടുത്തുള്ള ഗാലക്സിയിലാണ് പോയത്. അപ്പോൾ അവിടെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങോട്ട് പോയതാണ്. അപ്പോഴാണ് നമ്മുടെ അച്ചുകുട്ടിയെ കണ്ടത്. ഡ്യൂട്ടിയിലായിരുന്നു. ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഡ്യൂട്ടി ചെയ്തത്. കുറച്ചുകൂടെ കഴിയുമ്പം അവരെ അകത്താകും ഗൈസ്. ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ കൊണ്ടിരുത്തും. അപ്പോൾ നമ്മൾ നേരെ അക്ഷയ സെൻറ്ററിലൊക്കെ പോയിട്ട് വന്നപ്പോഴാണ് ഇവിടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഗൈസ്. അങ്ങനെ അതൊരു ശോകമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ ബാഗ് പാക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അതിനുശേഷം എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്മാരെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. അങ്ങനെ എല്ലാവരെയും കണ്ട് +2 പാസ്സായ കാര്യം കൂടി പറഞ്ഞു ഗൈസ്. അതിനുശേഷം 12:30 മണിയായത് അറിഞ്ഞതേ ഇല്ല ഗൈസ്. അങ്ങനെ സ്കൂൾ വിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ 3:30 വരെ ആയിരിക്കും ക്ലാസ്. 3:45 വരെയാണ് ഗൈസ് ക്ലാസ്. UPക്കാർക്ക് 3:30യും HSകാർക്ക് 3:45 വരെയുമാണ്. ഇന്ന് 12:30 മണി വരെയുള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. ഇത് അച്ചുകുട്ടിയുടെ 3 ഫ്രണ്ട്സാണ്. അപ്പോൾ നമുക്കിനി വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷം കാണാം ഗൈസ്. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. അച്ചുകുട്ടി സൂപ്പർ ഉറക്കമാണ്. അവർക്ക് 4:30 ട്യൂഷൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കൊണ്ട് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. കാരണം അവിടെ ഡ്യൂട്ടിയൊക്കെ ചെയ്തുകൊണ്ട് കാലൊക്കെ നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങാൻ പറഞ്ഞ് ഞാൻ ഉറക്കിയിരിക്കുന്നു ഗൈസ്. ഇനിയിപ്പോൾ എന്തായാലും 4 മണിയൊക്കെ ആകുമ്പോൾ എണിച്ചോളും. 4:30 മുതൽ 6:30 വരെ ട്യൂഷൻ ക്ലാസ്. നാളെ മുതലാണ് 9:30 മുതൽ 3:30 വരെ ക്ലാസ് ഉണ്ട്. അത് നിങ്ങൾ നേരെ ട്യൂഷൻ ക്ലാസ്സിൽ പോകും. ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് തിരിച്ച് 6:30 ആകുമ്പോൾ വീട്ടിലെത്തും ഗൈസ്. അപ്പോൾ എന്തായാലും എനിക്ക് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റിങ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കോളേജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ കോളേജാണ് ആവശ്യം, അതുപോലെ തന്നെ ഏത് സബ്ബാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. 20 സ്കൂളുകളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, ഈ 3 അലോട്ട്മെൻറ്റേ ഉള്ളൂ ഗൈസ്. ഈ 3 അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിൽ കിട്ടണമെന്നാണ് പ്രാർത്ഥന ഗൈസ്. അതേപോലെ തന്നെ നമ്മൾ PSCക്കും അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒക്കെ ഇരിക്കുകയാണ് ഗൈസ് എൻ്റെ കാര്യത്തിൽ. അച്ചുകുട്ടി ട്യൂഷൻ ക്ലാസ്സിൽ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ് ഗൈസ്. 4:30 മണിയാവാറായി. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോസ്. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ വരുന്നവരേക്കും വെൽക്കം. ബൈ ബൈ.